എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഈ വർഷം 122 കുട്ടികളാണ് ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. കൂടാതെ പരിശീലനം പൂർത്തിയാക്കിയ 170ഓളം കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിക്കുന്നതിനായി നാട്ടിലേക്ക് പോകുന്നു. ഈ വർഷം 12 കുട്ടികൾ സ്ഥൈര്യലേപന കൂദാശയും സ്വീകരിക്കുന്നു. കുട്ടികൾക്കായി ധ്യാനം, സെമിനാറുകൾ എന്നിവ നടത്തി വരുന്നു. ഈ വർഷം മാർച്ച് 25, 26, 27 തീയതികളിൽ നടന്ന ക്രിസ്ത്യൻ ധ്യാനം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. 900ഓളം കുട്ടികൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്തു. 350 കുട്ടികൾക്ക് പ്രത്യേകമായി കൗൺസിലിങ്ങിനുള്ള സൗകര്യവും ഒരുക്കി. നന്ദിയുടെ നറുമലരുകൾ. സീറോ മലബാർ ക്രമത്തിലുള്ള വിശ്വാസ പരിശീലനം കുവൈറ്റിലെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നതിന് പ്രവർത്തിച്ച ഏവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പരിശീലന കേന്ദ്രം കുവൈത്തിൽ സ്ഥാപിതം ആകുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്ത സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ഉത്തര അറബിയ അപ്പസ്തോലിക് വികാർ അഭിമന്യ കമീലോ ബാലിൻ പിതാവ്, സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ ചെയർമാൻ അഭിമന്യ ബിഷപ്പ് മാർ ജോർജ് മനന്തോടത്ത്, സീറോ മലബാർ സിനഡിലെ മറ്റ് അഭിമന്യ പിതാക്കന്മാർ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ വികാരിയേറ്റിൻ്റെ വികാരി ജനറൽ ഫാദർ വികാരി ജനറൽ റവൻ ഫാദർ മാത്യൂസ് കുന്നേൽപുരയിടം, വികാരിയേറ്റിലെ മതബോധന ഡയറക്ടർ ഫാദർ ഫ്രാങ്കോ പെരേര, വികാരിയേറ്റിലെ സീറോ മലബാർ വിശ്വാസ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ ജോൺസൺ നെടുമ്പരത്ത് എന്നിവരെ എല്ലാം നന്ദിയുടെ നറുമലകൾ സമർപ്പിക്കുന്നു. നമുക്കെപ്പോഴും സഹായവും സഹകരണം നൽകി നമ്മുടെ ഇടവികാരി റവൻ ഫാദർ പീറ്റർ മാത്യു OFM ക്യാപ്, നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ പൊതുവായ ചാർജുള്ള ഫാദർ ആൽബർട്ട് സേവരിരാജ്, സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ പ്രകാശ് കാഞ്ഞിരത്തങ്ങൾ, റവൻ ഫാദർ ജോണി ലോനീസ്, ഇടവകയിലെ മറ്റ് വൈദികരായ റവൻ ഫാദർ നോയൽ അൽമീഡ, റവൻ ഫാദർ ബിനോയ് കൊച്ചുകരിക്കത്തിൽ എന്നിവർക്കും നന്ദി അർപ്പിക്കുന്നു. ഇടവകയുടെ സീറോ മലബാർ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ശ്രീ ജോർജ് ചെറിയാൻ മൂഴിൽ, ശ്രീ അനിൽ ജേക്കബ് ചക്കാലക്കൽ, സീറോ മലബാർ സബ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവിടുത്തെ അധ്യാപകരെയാണ്. ആഴ്ചയിൽ ആകെ ലഭിക്കുന്ന ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ കേന്ദ്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി വരുന്ന വോളണ്ടിയേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നന്ദി അർപ്പിക്കേണ്ടത് മാതാപിതാക്കളായ നിങ്ങൾക്കാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹവും സഹകരണവും കൊണ്ടാണ് നമ്മുടെ വിശ്വാസ പരിശീലനത്തെ ഇത്ര ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. ഉപസംഹാരം. കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന കടമയാണ് സഭാമക്കളുടെ വിശ്വാസ പരിശീലനം. ഈ പരിശീലനം ഓരോ വ്യക്തിസഭയുടെയും പാരമ്പര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നൽകണമെന്ന സാർവത്രിക സഭയുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ ഇടവകയിലെ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ രൂപീകരണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ മികച്ച വിശ്വാസ പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞ ഈ 2 വർഷവും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ സീറോ മലബാർ വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനകളും സജീവമായി പങ്കെടുക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ്. സീറോ മലബാർ വിശ്വാസ പരിശീലനം കുവൈറ്റിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ നല്ലവരായ വ്യക്തികളെയും സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രകാശിച്ച ഫെയ്ത്ത് ഫോർമേഷൻ്റെ ഹെഡ് മാസ്റ്ററായ ജോബി തോമസ്, അസിസ്റ്റൻറ്റ് ഹെഡ് മാസ്റ്റർ തോമസ് വോഗീസ്, ഓഫീസ് സെക്രട്ടറി ആയ ലോനപ്പൻ, പാരൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സിജി മോൻ, കുട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തെരേസ സജൻ, പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് സീറോ മലബാർ ഫെയ്ത്ത് ഫെസ്റ്റിൽ പങ്കെടുക്കുവാനായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇടവകയെ സംബന്ധിച്ച് വിശ്വാസം ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള തന്നിരിക്കുന്ന ട്രഷറി എന്ന് പറയാം, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുകയാണ് ഒരു ഇടവകയുടെ കടമ. വികാരിയുടെയും അതോടൊപ്പം വികാരിയോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കടമ വിശ്വാസത്തെ സംരക്ഷിക്കുക. അപ്പോൾ ആ വിശ്വാസത്തെ സംരക്ഷിക്കുവാനായിട്ടാണ് കാറ്റഗീസ് ആയിട്ടുള്ള അധ്യാപകരായിട്ടുള്ള വ്യക്തികളുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്ന സേവനം പ്രത്യേകമായിട്ട് പ്രകാശച്ചനും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ജോബിയും പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന സേവനം ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ലഭിച്ച സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു.
എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ വലിയൊരു വോളണ്ടിയേഴ്സ് ഉണ്ട്. കാറ്റഗിസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ത്യാഗം അനുഭവിക്കുന്ന വ്യക്തികളാണ് ഇവർ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. മിക്ക ദിവസവും ഞാൻ കാണാറുണ്ട് റോട്ടിലും മറ്റും ഈ വെയിലും അതുപോലെ തന്നെ തണുപ്പും പൊടിയും എല്ലാം ഉള്ളപ്പോൾ അവർ പുറത്താണ്. വലിയൊരു കാവൽക്കാരായിട്ട് അവർ നിൽക്കുകയാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന മാതാപിതാക്കൾ കൊണ്ടുവരുന്ന കുട്ടികളെ സുരക്ഷിതമായിട്ട് എത്തിക്കുവാനും അവരെ സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുവാനും. അപ്പോൾ ഈ കാറ്റഗിസം അധ്യാപകരോടൊപ്പം തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കുന്ന ഇവരെയും എനിക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ കൃപ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. നിങ്ങൾ കൈമാറുന്ന വിശ്വാസം സത്യവിശ്വാസമായിരിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള കുറവുകളും കടന്നു വരുവാനായിട്ട് അനുവദിക്കരുത്. കുഞ്ഞു മനസ്സിൽ കൊടുക്കുന്ന ആ വിശ്വാസം പ്രായമാകുമ്പോൾ അതിനെ ബേസായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സേവനത്തോടൊപ്പം തന്നെ നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്രകാശച്ചനാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നോക്കി അദ്ദേഹം എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോവുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് പ്രകാശച്ചന് അദ്ദേഹം എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുവാനായിട്ടുള്ള പ്രത്യേക കൃപ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരായ മാർഗത്തിലൂടെ നയിക്കുവാനായിട്ടുള്ള കൃപയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളെ നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാറ്റഗിസ്റ്റും അതുപോലെ തന്നെ മറ്റ് വോളണ്ടിയേഴ്സും ഉണ്ടെങ്കിലും നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ വളരെ വലുതാണ്. കാരണം കുട്ടികൾ മുഴുവനും പൂർണ്ണമായിട്ട് നിങ്ങളുടെ കരങ്ങളിലാണ്. ആയതുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് വേറൊരു വ്യക്തി ഈ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കരുത്. ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിച്ചറിയേണ്ടത് മാതാപിതാക്കളിൽ നിന്ന് തന്നെയായിരിക്കണം. നിങ്ങളുടെ ജീവിതമായിരിക്കണം അവർക്ക് മാതൃക. അതിനപ്പുറം ഒരു മാതൃക അവർക്ക് ലഭിക്കരുത്. നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ ജീവിത രീതി, കുടുംബത്തിലുള്ള ബന്ധം, മറ്റുള്ളവരുമായിട്ടുള്ള വ്യവഹാരം, നിങ്ങളുടെ കരുണ. കാരണം ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയേണ്ടത് കുട്ടികൾ മാതാപിതാക്കളിലായിരിക്കണം. ആയതുകൊണ്ടാണ് മാതാപിതാക്കൾ കാണപ്പെടുന്ന ദൈവം എന്നാണ് നാം പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ കാണപ്പെടുന്ന ദൈവം തന്നെ ആയിരിക്കണം. സ്നേഹത്തിലും കരുണയിലും എല്ലാം തന്നെ അങ്ങനെ ആയിരിക്കണം. അവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വലിയ ദൈവങ്ങൾ തന്നെ ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഫെയ്ത്ത് ഫോർമേഷന് വേണ്ടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച പല സഹോദരി സഹോദരന്മാരുമുണ്ട്. എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാവർക്കും ദൈവകൃപ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാവരുടെയും പ്രത്യേക അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി സീറോ മലബാർ ഫെയ്ത്ത് ഫെസ്റ്റ് ഞാൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് സ്റ്റേജിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ക്ഷണിക്കുന്നു. നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രം ഈ വർഷം ആദ്യമായിട്ട് ഒരു സുവനീർ പ്രസിദ്ധീകരിക്കുകയാണ്. ദ സ്ട്രീംസ് എന്നാണ് ഈ സുവനീറിൻ്റെ പേര്. പ്രകാശച്ചൻ പീറ്ററച്ചന് അതിൻ്റെ കോപ്പി നൽകിക്കൊണ്ടാണ് ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. അതിനായിട്ട് പ്രകാശച്ചനെ പീറ്ററച്ചനെയും ക്ഷണിക്കുന്നു. സമഗ്രവും ആദർശസുരഭിലുമായ വിശ്വാസ പരിശീലനത്തിൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ അബാസിയ സെൻറ്റ് ഡാനിയൽ കമ്പോണി ഇടവക സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പ്രഥമ സ്മരണിക ഈ വേദിയിൽ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ ജോമോൻ മങ്കിഴിക്കഴി, ശ്രീ ജിറ്റി ജോസ് ഞള്ളിയിൽ, ഡിസൈനർ ശ്രീ ബാബു ജോസഫ് കിഴക്കേപ്പറമ്പിൽ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സുവനീറിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ശ്രീ തോമസ് കുരുവിളയെയും പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ പ്രകാശ് തോമസ് കാഞ്ഞിരത്തിങ്കൽ OFM ക്യാപ്, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ പീറ്റർ മാത്യു OFM ക്യാപ്, ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ശ്രീ ജോബി തോമസ് മറ്റത്തിൽ, ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് ഹെഡ്മാസ്റ്റർ ശ്രീ തോമസ് വർഗീസ് തോട്ടപ്പള്ളിൽ, മാതാപിതാക്കളുടെ പ്രതിനിധി ശ്രീ സജിമോൻ ജോസഫ് കന്യട്ടയിൽ,
കുട്ടികളുടെ പ്രതിനിധി കുമാരി തെരേസ സാജൻ, എത്രയും പ്രിയമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഇടവകയിലെ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ 2016-17 അധ്യയന വർഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള വാർഷിക ആഘോഷങ്ങൾ നടക്കുന്ന ഈ വേളയിൽ ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചവർക്കും ഇന്ന് ഇവിടെ വന്ന് നമ്മുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയേണ്ടുന്ന ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്ന് നമ്മുടെ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ പീറ്റർ മാത്യു എല്ലാ കാര്യങ്ങളിലും എന്നും നമുക്ക് എല്ലാവിധ സഹകരണവും നൽകി വരുന്നു. അച്ഛനെ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പേരിൽ, നിങ്ങളെ ഏവരുടെയും പേരിൽ ആദ്യമേ തന്നെ നന്ദി അറിയിക്കട്ടെ. ഒപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ പ്രകാശ് കാഞ്ഞിരത്തെങ്കിൽ അച്ഛനും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജോണി മുഴുവഞ്ചേരി അച്ഛനും എപ്പോഴും നമുക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി നമ്മളെ നല്ല രീതിയിൽ നയിക്കുന്നു. പ്രകാശ് അച്ഛനും ജോണി അച്ഛനും നിങ്ങളേവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ വരാമെന്നേറ്റിരിക്കുന്ന ഇടവകയുടെ കാറ്റഗിസം ഡയറക്ടറായ ഫാദർ ആൽബർട്ട് അച്ഛനെയും നമ്മുടെ ഇടവകയിലത്തിൻ്റെ ബിനോയ് അച്ഛനെയും നോയൽ അച്ഛനെയും നന്ദിയോടെ സ്മരിക്കുന്നു. സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോബി തോമസ് മറ്റത്തിൽ, അസിസ്റ്റൻറ്റ് ഹെഡ് മാസ്റ്റർ ശ്രീ തോമസ് വർഗീസ് തോട്ടപ്പള്ളിൽ എന്നിവർ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മികച്ച നേതൃത്വം നൽകി വരുന്നു. രണ്ടുപേർക്കും നിങ്ങളേവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഓഫീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ചാർജ് വഹിക്കുന്ന ശ്രീ മാർട്ടിൻ മാത്യു റാപ്പുഴ ഇന്നത്തെ പരിപാടികളുടെ പുറകിൽ ഒട്ടേറെ പ്രയത്നിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടികളിൽ മാതാപിതാക്കളെ പ്രതിനിധിയായി വന്ന സജിമോൻ ജോസഫ് കന്യട്ടയിൽ, കുട്ടികളെ പ്രതിനിധി തെരേസ സാജൻ എന്നിവർക്കും സീറോ മലബാർ വിശ്വാസ പരിശീലനത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. വാർഷിക ആഘോഷങ്ങളുടെ ജനറൽ കൺവീനർ ശ്രീ ഷാജി നഗരൂർ ഇന്നത്തെ പരിപാടികളുടെ പുറകിൽ ഏറെ അധ്വാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. കുട്ടികളുടെ പരിപാടികൾ ഒരുക്കുന്നതിനായി നമ്മുടെ ടീച്ചർമാർ വളരെ മാസങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. അവരെയും അവരുടെ ഒപ്പം സഹകരിച്ച എല്ലാ മാതാപിതാക്കളെയും കുട്ടികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ന് പ്രസിദ്ധീകരിച്ച സൂനിയർ ദ സ്ട്രീംസിന് വേണ്ടി പ്രവർത്തിച്ച സൂനിയർ കമ്മിറ്റി അംഗങ്ങൾക്കും ചീഫ് എഡിറ്റർ ജോമാൻ മങ്കുഴിക്കരി, ജിറ്റി ജോസ്, പരസ്യത്തിൻ്റെ കോർഡിനേറ്ററായിരുന്ന തോമസ് കുരുവിള നിരുത്തൂക്കിൽ, ഡിസൈനർ ബാബു ജോസഫ് കിഴക്കേപ്പറമ്പിൽ എന്നിവർക്കുമുള്ള നന്ദി അർപ്പിക്കുന്നു. കൂടാതെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, പാരിഷ് സബ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ എല്ലാവിധ സഹകരണത്തെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്നത്തെ പരിപാടികളുടെ വിജയത്തിനായി ഒട്ടനവധി വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഏവർക്കും നിങ്ങളേവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാന നടത്തുന്നതിന് വേണ്ടതായ സജ്ജീകരണം നൽകിയ സാക്രിസ്റ്റി അംഗങ്ങൾക്കും യൂക്രിസ്റ്റ് മിനിസ്റ്റേഴ്സിനും കൊയർ അംഗങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നടത്തുന്നതിന് ഹോൾ നൽകിയ ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂൾ മാനേജ്മെൻറ്റ്, സ്റ്റേജ് മേക്കപ്പ് എന്നിവ നിർവഹിച്ച പോൾ ചമ്പിയം, സൗണ്ട് ലൈറ്റ് ഡിസ്പ്ലേ എന്നിവ നിർവഹിച്ച റംസി എന്നിവർക്കും നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾ മാസങ്ങളായി പ്രധാനമായും പരിശീലനം നടത്തി വരുന്ന സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ അബ്ബാസി ഏരിയ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സെൻറ്റ് അൽഫോൺസ ഹാളിലാണ്. SMC അബ്ബാസി ഏരിയ കമ്മിറ്റിക്ക് സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അവസാനമായി നന്ദി അർപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. നമ്മുടെ ഇടവകയിലെ സീറോ മലബാർ പരിശീലന കേന്ദ്രത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് നിങ്ങൾ നൽകുന്ന സഹകരണത്തിനും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വാർഷിക പരിപാടി സംഘടിപ്പിക്കുന്നതിനും കുട്ടികളും എല്ലാ മാതാപിതാക്കളും നൽകിയ സഹകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഈ പൊതുയോഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും കാലം വീട്ടിൽ അമ്മയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച, മാതാപിതാക്കളോടൊപ്പം വിശ്വാസ പരിശീലനത്തിന് തുടക്കം കുറിച്ച നമ്മുടെ കുട്ടികൾ ഔദ്യോഗികമായ വിശ്വാസ പരിശീലന പദ്ധതി ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന ആ കുട്ടികളെ സ്നേഹത്തോടെ സീനിയർ വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്യുന്ന മഹത്തായ സുദിനമാണ് പ്രവേശനോത്സവം എന്നറിയപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ആ കുട്ടികളുടെ പ്രതിനിധികൾ 10 ക്ലാസ്സുകളിലായി ഏതാണ്ട് 320 കുട്ടികളാണ് നമ്മുടെ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക. അവരുടെ ഏതാനും പ്രതിനിധികൾ ഇന്ന് പ്രവേശനോത്സവത്തിൽ അവരുടെ പ്രതിനിധികളായി മുന്നോട്ട് വന്നുകൊണ്ട് ഈ പ്രവേശനോത്സവം നിർവഹിക്കുകയാണ്. നമുക്ക് കൈയടികളോടെ ആരവങ്ങളോടെ കുട്ടികളെ ഈ വേദിയിലേക്ക് ആനയിക്കാം. പ്രൊസഷൻ സ്റ്റാർട്ട്സ്.
കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തേണ്ട ചുമതല മാതാപിതാക്കളോടൊപ്പം ഞങ്ങൾ അധ്യാപകരും ഏറ്റെടുക്കുകയാണ്. കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിന് വിശ്വാസ പരിശീലന ക്ലാസുകളുടെ ഡയറക്ടർ ബഹുമാന്യനായ പ്രകാശത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആൺകുട്ടികൾക്കുള്ള പ്രൈസാണ് ആദ്യം കൊടുക്കുന്നത്. എല്ലാവർക്കും വളരെയേറെ നന്ദി. കൈയടികളോടുകൂടി ഇവർക്ക് യാത്ര പറയാം. താങ്ക് യു ചിൽഡ്രൻ. ഗുണവാരിതേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം എന്ന ഈരടികൾക്ക് ചുവട് വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇതാ എത്തുന്നു. ആസ്വദിക്കുക, അനുഗ്രഹിക്കുക. ഉലകിലെ നോവുകൾ
തുണയായി നീ തണലാകണം. അറിവേ വെളിച്ചം, നിറവേ തെളിച്ചം, അവിരാമമകതാരിൽ കുടികൊള്ളണം. നമ്മുടെ ഇടവകാംഗം ശ്രീ സോമൻ ജെയിംസ് രചന നിർവഹിച്ച് ശ്രീമതി ലീന സോമൻ ഈണം നൽകി ശ്രീ ഷൈജു ഡേവിഡ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച് തയ്യാറാക്കിയ അറിയുക വളരുക അറിവിൻ വഴികളിൽ യേശുവിൻ സാക്ഷികളാകാം എന്ന ഗാനവുമായി നമ്മുടെ കുഞ്ഞി കുരുന്നുകൾ ഇതാ നമുക്ക് മുമ്പിൽ.